16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 101 വോട്ടുകളാണ് തിരുവഞ്ചൂരിന് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും NDA സ്ഥാനാർത്ഥിയായ ബിബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് സ്പീക്കറെ ഡയസിലേക്ക് ആനയിച്ചു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ തിരുവഞ്ചൂർ പുഷ്പാർച്ചന നടത്തി. നിഷ്പക്ഷമായി മുന്നോട്ടു പോകുമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. 16ാം കേരള നിയമസഭയുടെ സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. അപ്പോൾ നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും നിയോജക മണ്ഡലത്തിലും ഒരുപോലെ പൂർണ്ണമായ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ തീപ്പൊരിയായ യുവജന നേതാവായിരുന്നു അദ്ദേഹം. സ്പീക്കർ സഭയുടെ കളക്റ്റീവ് വോയിസിൻ്റെ വക്താവാകുന്നത് അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ കൂടി അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് കൂടി കൗളും ശാക്തറും അടിവരയിടുന്നുണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഉന്നതമായ ജനാധിപത്യ ബോധമാവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടാവുക എന്ന് പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് വളരെ സരസനായ, അങ്ങ് നിയമസഭയൊക്കെ അല്പം സരസത കലർന്ന ശാസനയിലൂടെ ആയിരിക്കും കൊണ്ടുപോവുക എന്നൊരു തോന്നലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സാധാരണ ശൈലി വെച്ച് അങ്ങനെയാണ്, സ്വതസിദ്ധമായ ശൈലി വെച്ച് ആ ഇടപെടൽ ഞാനിങ്ങനെ ഭാവനയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, നിഷ്പ്രയാസം വളരെ നിഷ്പക്ഷമായി സഭയെ നയിക്കാനുള്ള പരിചയസമ്പത്ത് അങ്ങേക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ബഹുമാനനായ സ്പീക്കർ സർ, BJP NDAയുടെയും BJP NDA പിന്തുണച്ച 30 ലക്ഷം വോട്ടർമാരുടെയും പേരിൽ അങ്ങേ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സഭ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കേന്ദ്രമാണ്. അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സഭയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ വികസിത കേരളത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവും. വീണ്ടും അഭിനന്ദനങ്ങളും ആശംസകൾ പറഞ്ഞ് നിർത്തുന്നു. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. വിജിൻ വായാന്തോട് ഉറങ്ങൾ നൽകും. വിജിൻ, അങ്ങനെ 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയായിരുന്നു ആ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ആശംസകൾ അറിയിച്ചതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. പ്രോട്ടേം സ്പീക്കർ G. സുധാകരന്റെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് നടന്നത്. എന്തായാലും 139 അംഗങ്ങളും G. സുധാകരൻ ഒഴികെയുള്ള 139 അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ 101 പേരുടെ പിന്തുണയോടെയാണ് 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ AC മൊയ്തീൻ 35 വോട്ടും, ഒപ്പം തന്നെ BJP ചരിത്രത്തിലാദ്യമായാണ് BJP ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. BB ഗോപകുമാറായിരുന്നു സ്ഥാനാർത്ഥി. BB ഗോപകുമാറിന് 3 വോട്ടുമാണ് ലഭിച്ചത്. 101 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം പ്രോട്ടേം സ്പീക്കർ അദ്ദേഹത്തിന്റെ പദവി ഒഴിഞ്ഞു. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ
സ്പീക്കറുടെ ഡയസിലേക്ക് ആനയിച്ച് അവിടെ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ എല്ലാവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അനുഭവ പരിചയം, അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം അത് 16ാം നിയമസഭയുടെ നടത്തിപ്പിന് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഒപ്പം തന്നെ താൻ ജ്യേഷ്ഠ സഹോദരനായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണുന്നത്. ചെറിയ പ്രായം മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കണ്ട് വളർന്ന ആളാണ് താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവിധ ആശംസകളും മുഖ്യമന്ത്രി നേർന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ അവസരം നൽകുന്ന നിലയിലുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നാണ്. ഒപ്പം തന്നെ ബാറ്റിംഗ് ടീമിന്റെ സൈഡിൽ നിൽക്കുന്ന അമ്പയർ മാത്രമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറരുത് എന്നുള്ളൊരു പരാമർശം, എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും മറുപടി പ്രസംഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് സഭാ ചട്ടങ്ങളും സഭയുടെ ഭരണഘടനാപരമായ ബാധ്യതകളും നിറവേറ്റുന്ന നിലയിൽ പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ ഭരണപക്ഷത്തിനും എല്ലാവരുടെയും ശബ്ദം സഭയിൽ ഉയർത്താൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനമായിരിക്കും തന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നാണ്.